ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടൂട്ടി ഫ്രൂട്ടി കേക്കാണ്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടീ കേക്കാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളിങ്ങനെ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ കേക്ക് ബാറ്റർ ലൂസ് ആണെങ്കിൽ ചിലപ്പോൾ ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ അടിയിൽ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ മൈദ വെച്ചൊന്ന് കോട്ട് ചെയ്യുന്നത്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി കേക്ക് ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും എടുക്കുന്ന തണുത്ത ബട്ടർ ആണെങ്കിൽ അതേപടി ഉപയോഗിക്കരുത്. അത് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറ്റിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 1/2 കപ്പ് ബട്ടറിന് പകരം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ഇപ്പം ബട്ടർ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് യോഗട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത യോഗട്ടാണ് ചേർത്തേക്കുന്നത്. ഇപ്പോൾ യോഗട്ട് തന്നെ വേണമെന്നില്ല. നമ്മൾ വീട്ടിൽ സാധാരണ പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന തൈരാണെങ്കിലും മതി. പക്ഷെ ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. തൈരിന് എന്തെങ്കിലും പുളിയോ കമർപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ആ ടേസ്റ്റ് ആയിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും യോഗട്ടാണ് ചേർക്കാറ്. അതാകുമ്പോൾ നമ്മൾ ചേർക്കുന്ന എസൻസിൻ്റെയൊക്കെ ടേസ്റ്റ് കറക്റ്റായിട്ട് കേക്കിന് കിട്ടും. ഇപ്പോൾ യോഗട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ നേരത്തെ മൈദ അരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈദയ്ക്കകത്ത് എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് പാല് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിൽ 1/4 കപ്പ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാറ്ററി ടൈറ്റ് ആണെങ്കിൽ മിച്ചമുള്ള 1/4 കപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ബാറ്ററി കുറച്ച് ടൈറ്റ് ആണ്. അതുകൊണ്ട് മിച്ചമുള്ള 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്ററി നല്ല സ്മൂത്ത് ആവുന്നത് വരെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ട് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ഞാൻ എൻ്റെ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്സ് പാത്രം നന്നായിട്ട് അടച്ച് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. ഈ ബാറ്റർ ഞാൻ നേരത്തെ ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഞാനിവിടെ ഓയിൽ തേച്ച് ബട്ടർ പേപ്പർ വെച്ച് കേക്ക് ടിൻ ലൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഈ ബാറ്റർ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യണം. ഒരു 2-3 തവണ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രിയിൽ 30 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 40 മിനിറ്റ്സ് കൊണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയോ എന്നറിയാൻ ഒരു സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. സ്ക്യൂവർ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി കേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്